എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള +1 ഹയർ സെക്കൻഡറി സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ നാളെ അവസാനിക്കും. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നാളെ വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികളുടെ അപേക്ഷ ഓൺലൈനായിട്ട് നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നിലവിൽ സ്പോർട്സ് കോട്ട അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് വരെയായിരുന്നു ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നത്. ഓൾറെഡി ഈ ഒരു അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾ, സ്കോർ കാർഡ് ലഭിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ, ഇതുവരെ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാതിരുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ ലിങ്ക് വഴി നിങ്ങൾക്ക് ഏതൊരു ജില്ലയിലേക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം. ഒരു ജില്ലയിൽ, അത് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന ജില്ലയിലേക്ക് അപേക്ഷിക്കാം. ഒരു ഉദാഹരണത്തിന് എനിക്കിപ്പോൾ തിരുവനന്തപുരത്തും കൊല്ലത്തും എനിക്ക് അപേക്ഷിക്കാമെന്ന് കരുതുക. ഞാൻ ഓൾറെഡി തിരുവനന്തപുരത്ത് ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റ് വഴി ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്. എനിക്കിനി കൊല്ലത്ത് കൂടി അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു കൊല്ലം സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം ഈ ഒരു ഡീറ്റെയിൽസൊക്കെ നൽകി അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് OTP വരാനായിട്ട് സെൻഡ് OTP ബട്ടൺ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് പാസ്വേഡ് നൽകാനുള്ള പേജാണ് ഉണ്ടാവുക. അവിടെ നിങ്ങളുടെ സെയിം പാസ്വേഡ് തന്നെ 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ഒരു പാസ്വേഡ് കറക്റ്റായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അതിനുശേഷം അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ഒരു പാസ്വേഡിനെ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ആപ്ലിക്കേഷൻ നമ്പർ, അത് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞും അതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എഴുതിയതുപോലെ കാണാം. അതിൽ ആപ്ലിക്കേഷൻ നമ്പർ എത്രയാണെന്നുള്ളതും എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ കറക്റ്റായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെയുള്ള ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ പേജിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു പേജിൽ കാണുന്ന കാൻഡിഡേറ്റ് ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് വഴി വിദ്യാർത്ഥികൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ യൂസർ നെയിം, അതുപോലെ പാസ്വേഡ്, അതുപോലെ നിങ്ങൾ ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന, അതായത് ജസ്റ്റ് കൊല്ലം ജില്ലയിലേക്കായിരുന്നു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ജില്ല, അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഏത് ജില്ലയിലാണോ ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ഫോർ സ്പോർട്സ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള, അത് നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് നൽകുക. അപ്പോൾ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു OTP, അത് സെൻഡ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ OTP വരും. അപ്പോൾ ആ ഒരു OTP നൽകി, അപ്പോൾ ആ ഒരു OTP നൽകിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് വരും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള പേജിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും മറ്റും നൽകിയ ശേഷം സബ്മിറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു SSLCയുടെ മാർക്ക് ഡീറ്റെയിൽസ് അതും നൽകിയ ശേഷം നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് ഓപ്ഷൻസ് നൽകാനുള്ള പേജ് ഉണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾ വേക്കൻസി അനുസരിച്ചുള്ള ഓപ്ഷൻസ് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു ഓപ്ഷൻസ് നൽകിയിട്ട് നിങ്ങൾക്ക് അവസാനം നിങ്ങൾക്ക് പ്രിവ്യൂ പേജ് കാണാൻ പറ്റും. അതായത് നിങ്ങൾ അതുവരെ ആപ്ലിക്കേഷൻ നൽകിയിട്ടുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അതിൽ നൽകാനായിട്ടുണ്ടാവും. അതായത് നൽകാനല്ല, അതിൽ നൽകിയിട്ടുണ്ടാകും. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക. ഒരു 2 തവണയെങ്കിലും നിങ്ങൾ വായിച്ച് നോക്കിയ ശേഷം മാത്രം ഫൈനൽ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ 2 തവണ വായിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഫൈനലായിട്ട് കൺഫേം ചെയ്യും മുമ്പ് വീണ്ടും ഒരു 2 തവണ വായിക്കുകയും ഒരു മാറ്റങ്ങളും നിങ്ങൾക്ക് വരുത്തേണ്ടതില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ഫൈനൽ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുക. ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. പ്രിൻ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ആപ്ലിക്കേഷൻ നൽകേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന സ്കൂളുകൾ ഓപ്ഷൻസ് ആയിട്ട് വെക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.